ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്. സത്യമല്ലാതെ വേറെ ഒന്നുമല്ല. ഈ കൊലപാതകം ചെയ്തത് ഞാൻ തന്നെയാണ്. ഞാൻ പറയുന്നതെല്ലാം സത്യം മാത്രമാണ്, സത്യമല്ലാതെ മറ്റൊന്നുമല്ല. അല്ല സാർ, ഈ കൊല ചെയ്തത് ഇദ്ദേഹമല്ല, ഞാനാണ് ചെയ്തത്. യുവർ ഓണർ, ഈ വഴക്കിന്റെ മുഖ്യമായ സാക്ഷി എന്ന് കരുതപ്പെടുന്ന ഇവിടെ നിൽക്കുന്ന ശ്രീമാൻ ഗൗരിശങ്കർ എഴുതിയ ഈ പുസ്തകം അങ്ങ് വായിച്ചറിയുവാൻ ഞാൻ ഇവിടെ സമർപ്പിക്കുന്നു. ഈ വഴക്കിന്റെ വിചാരണ അടുത്ത 5-ാം തീയതിയിലേക്ക് മാറ്റുന്നു. പ്രപഞ്ചം എന്ന വാക്കിന് ഒതുങ്ങാത്ത പ്രപഞ്ചമായി ഈ പുസ്തകം ഞാൻ സമർപ്പിക്കുന്നു. ഇതിലുള്ളത് വെറും അക്ഷരങ്ങളല്ല, ഒരു ജീവിതമാണ്. ഒരു മഴക്കാലത്ത് ആകാശത്തു നിന്നും ഒരു നക്ഷത്രം ഭൂമിയിലേക്ക് വന്ന് പതിച്ചു. അകത്തേക്ക് പോലെ നിക്ക് അവിടെ നിക്ക്, ഇരിക്കൂടെ, ഇരിക്കും. ശരിയാവും. ധൈര്യമായിരിക്കും. എവിടെ പോയെന്നറിയില്ലല്ലോ. പോയി കിടക്കുകയാണോ? മോളെ സഹിക്കും. മോളെ പേടിക്കാനൊന്നുമില്ല, എല്ലാം കാലിലേക്ക് പിടിക്കും. ഇങ്ങനെ ബഹളം വയ്ക്കാതെ ശരിയാവും. വെള്ളം എടുക്കുമ്പോ ശരിയാവും. നിനക്ക് പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു. അവളുടെ കടിഞ്ഞൂൽ പ്രസവത്തിൽ ആ മഹാലക്ഷ്മി തന്നെ നിനക്ക് കിട്ടി. എന്തു പറ്റി? ചേച്ചി, കുഞ്ഞ് ജനിച്ച ഉടനെ ഇതിന്റെ തള്ള ചത്തുപോയി. പിഞ്ചു കുഞ്ഞായോണ്ട് റോഡിലേക്ക് വലിച്ചെറിയാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. ഇതിനെ വെച്ചിട്ട് എന്തെങ്കിലും തരണം ചേച്ചി. പെൺകുഞ്ഞാണോ? അതെ ചേച്ചി. എത്രയാ? മലയാള പത്രമാണെങ്കിൽ 1.5 രൂപ, ഇംഗ്ലീഷ് പത്രമാണെങ്കിൽ 2 രൂപ. 1 രൂപ കൂട്ടിത്തരോ? തരാൻ പറ്റില്ല ചേച്ചി, ഞങ്ങൾക്ക് കിട്ടുന്നത് 10-15 പൈസ മാത്രമേ ഉള്ളൂ. എന്തേലും ഒന്ന് കൂട്ടിത്താ. എന്താ ചേച്ചി, ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്റെ തങ്കക്കട പാർട്ടി വന്നിട്ടുണ്ട്. ആര്? ദുബായ് പാർട്ടിയാ. വരാൻ പറ. ശരി ചേച്ചി. ചേട്ടാ അകത്തേക്ക് പോന്നേ. പാല് കുടിക്കുമോളെ, അകത്തേക്ക് വരൂ. മോളിപ്പോ ഇവിടെ നല്ല കുട്ടിയായിട്ട് കളിച്ചോണ്ടിരിക്കണം.
അയ്യയ്യയ്യ. എന്താ കാണുന്ന പോലെ നോക്കുന്നേ? കാശ് എടുക്കാൻ. ഇത്രയ്ക്ക് ദേഷ്യത്തിൽ സംസാരിക്കേണ്ട ആവശ്യം എന്താ? സൂചിച്ചത് നീ തന്നെയല്ലേ? എന്റെ ദൈവമേ, കാശ് ചോദിക്കുമ്പോ ഇങ്ങനത്തെ ഓരോന്നും പറയുന്നു. കാശ് തരാനാ പറഞ്ഞത്. മര്യാദക്ക് തരാനാ പറഞ്ഞത്. താ എനിക്ക് കാശ്. Johnny, Johnny, yes, Papa. Eating sugar, no, Papa. Eating lies, no, എടി എന്താ Papa. നോക്കിക്കൊണ്ടിരിക്കുന്നത്? പാർട്ടി വന്നിട്ടുണ്ട്. എന്താ അമ്മു വന്നേ? എന്തു പറ്റി മോളെ? എന്താ കാര്യം? എന്നെ മാത്രം അവര് കളിക്കാൻ കൂട്ടിയില്ല. ഞാനും അവിടെ പോയി നിന്നതാ. എന്താ അമ്മ എന്നെ കളിക്കാൻ ചേർക്കാഞ്ഞേ? അത് വലിയവരൊക്കെ കളിക്കുന്ന കളിയാ. മോളെ അതിൽ ചേർക്കില്ല. നീ വാ, നമുക്ക് പോയി വേറെ കളി കളിക്കാം. അപ്പൊ വിജി ചേച്ചിയെ പോലെ ഞാനും വലുതായ എന്നെയും കളിക്കാൻ കൂട്ടുമല്ലോ അല്ലേ? കുഞ്ഞി കുഞ്ഞി കുളിരിന്റെ അല്ലിക്കൂടം തുള്ളിത്തൂകവേ, കുനി കുനി മഴ പോലെ ഇളം മഴമേ തുളുമ്പവേ, കളകളം മനസ്സിന്റെ മുന്തിരിതിരിൽ പൊഴിഞ്ഞറിഞ്ഞതോ, ഇവൾ മുഴുമതി തിരിയിട്ട വെള്ളി വിളക്കായി തിളങ്ങിയോ. ചിന്നി ചിന്നി ആ ചിരി ചിതറി പെണ്ണിന്റെ ചിങ്കാര ചുണ്ടോരം, നീലാമിഴി ആ നിറ പൗർണമി ഋതുമാറി ചേരുന്നു സ്വപ്നങ്ങൾ, പൂവൊരുകും നദിയായി ചെന്നിന തീർക്കണം നിന്നുടൽ വാടിയിലായി, മഞ്ചരി നീർത്തിയോ മുത്തുക്കൊടും നെഞ്ചിൽ തൊടും പൂമ്പാൽ നിലാവിന്റെ പാലാടിയായി. ആ ചിന്നി ചിന്നി ആ ചിരി ചിതറി പെണ്ണിന്റെ ചിങ്കാര ചുണ്ടോരം, നീലാമിഴി ആ നിറ പൗർണമി ഋതുമാറി ചേരുന്ന സ്വപ്നങ്ങൾ.
സുഖം നിന്നിലറിയാം. ശലഭങ്ങൾ വരും, മെല്ലെയിട വരും, പൂമ്പൊടി മെല്ലെ നുകർന്നുരസിക്കാം. തട്ടിത്തൂക്കും കുമ്പിളുകൾ മൊട്ടുതാനെ വിടർന്നു വരും, വർണ്ണമാർന്ന നിലാമഴ പെയ്യും. അരയാലിൻ വള്ളികളിൽ അനുരാഗം പടർന്നു വരും, മലരിൽ തേൻ കായ്കൾ വിരിയും. പളുങ്കമേലാപ്പിൻ നിഴലു നീരാടും, അലിവാർന്നുണയും സുഖമോന്മാദം. ഹാ ചിന്നി ചിന്നി ഹാ ചിരി ചിതറി പെണ്ണിന്റെ ചിങ്കാര ചുണ്ടോരം, നിലാമിഴി ആ നിറ പൗർണമി ഋതുമാറി ചേരുന്ന സ്വപ്നങ്ങൾ. ശരത്തൊളിക്കുള്ളിൽ മഴവില്ല് പോലെ ഇവളുടെ ഉള്ളിൽ വർണ്ണമുതിര. അരത്തുടമിടം നാഗഭണമാകും, കനലിലും തണു പെയ്തു നിറയും. അതുമേതോ സോമരസം, അതിൽ നിറയും മോഹരസം, അറിയേണ്ടൊരു കാമരസം നീ. അഴകാർന്നൊരളിവേണി അതിലോല ശുഭവാണി, സുരതം പകരുന്നവളാകൂ. അനുഭവം പെയ്യും, അനുഭവം പൂക്കും, അതിലൊന്നലിയാൻ അഴകായി മാറാം. ഹാ ചിന്നി ചിന്നി ഹാ ചിരി ചിതറി പെണ്ണിന്റെ ചിങ്കാര ചുണ്ടോരം, നീലാമിഴി ആ നിറ പൗർണമി ഋതുമാറി ചേരുന്ന സ്വപ്നങ്ങൾ. പൂവുരുകും നദിയായി ചെന്നിന തീർക്കണം, നിന്നുടൽ വാടിയിലായി മഞ്ചരി നീർത്തിയോ. മുത്തുക്കുടം നെഞ്ചിൽ തൊടും, പൂമ്പാൽ നിലാവിന്റെ പാലാണിയായി. ഇവളാണ് അമ്മോ. ആവശ്യമുള്ളവർക്ക് ചോദിക്കാം. $30,000. 35,000. 40,000. 50,000. 60,000. 1,00,000. ഒരു മിനിറ്റ്. അമ്മു പുതിയതാ, ഒന്ന് സൂക്ഷിച്ചു പെരുമാറണം. പുതിയതല്ലേ, ഞാൻ നോക്കിക്കോളാം. നിനക്ക് സ്കിപ്പിംഗ് കളിക്കാൻ അറിയോ? ഓ അറിയല്ലോ.
എന്തായി കാണിക്കുന്നേ? പ്ലീസ് എന്റെ കൈയൊന്ന് അഴിച്ചുവിട്. കാശ് കൊടുത്തത് എനിക്ക് അനുഭവിക്കാനാ, അല്ലാതെ നിനക്ക് അനുഭവിക്കാൻ വേണ്ടിയല്ല. എന്ത് പറ്റി? എന്താ ശബ്ദം? വേഗം പോയി നോക്കൂ. നീ എന്താണ് എന്റെ മോളെ കാണിച്ചത്? ഞാൻ ഇനി തന്നെ താനൊക്കെ ഒരാണാണോടോ? നീയൊക്കെ ഒരു മനുഷ്യനാണോ? നാറി, ഇവനൊന്നും വേറെ പണിയില്ല, ലക്ഷങ്ങളുമായിട്ട് വന്നേക്കോ നാറി. സോറി അമ്മേ, ഐസ് വെച്ചപ്പോഴൊക്കെ ഞാൻ സഹിച്ചതാ. പക്ഷെ ഈ ചാരായ ഒഴിച്ചപ്പം എനിക്ക് ഛർദിക്കാൻ വന്നു. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാ ഒച്ച വെച്ചത്. ഞാൻ പുതിയതല്ലേ, പയ്യെ പയ്യെ ഇതൊക്കെ സഹിച്ചോളാം. എല്ലാവർക്കും നമസ്കാരം. ഓരോ ആഴ്ചയും നമ്മളുടെ ഈ പരിപാടിയിൽ ഓരോ രംഗത്ത് വിജയത്തോടെ മുന്നേറുന്ന മലയാളികളാണ് നമ്മൾ പരിചയപ്പെടാറ്. ഈ ആഴ്ച നമ്മളുടെ കൂടെ പ്രമുഖ പണ്ഡിതനും എപ്പോഴും തന്റെ മനസ്സ് തുറന്നു പറയുന്ന പ്രമുഖ നോവലിസ്റ്റ് ശ്രീ ഗൗരി ശങ്കറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. നമസ്കാരം ഗൗരി ശങ്കർ സർ. നമസ്കാരം. താങ്കൾ തരുന്ന ആദ്യത്തെ ലൈവ് ഇന്റർവ്യൂ ഞങ്ങൾക്കാണെന്ന് അറിയാം. ഒരു എഴുത്തുകാരൻ എന്ന ഗൗരി ശങ്കരെ എല്ലാവർക്കും നന്നായി അറിയാം. പക്ഷെ ഒരു എഴുത്തുകാരനെ ഉപരിയുള്ള ഗൗരി ശങ്കരെയാണ് ഞങ്ങൾക്ക് ഇന്ന് അറിയേണ്ടത്. ഈ ഗൗരി ശങ്കറിന്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പ്രേക്ഷകർ അറിയണ്ട എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ഒരു എഴുത്തുകാരനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതി. ഓ യെസ്, തീർച്ചയായും സർ. ഇതിനു മുൻപേ താങ്കൾ എഴുതിയ നോവലുകളെല്ലാം എപ്പോഴും ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇങ്ങനത്തെ കഥകൾ തെരഞ്ഞെടുക്കാൻ കാരണം മറ്റു എഴുത്തുകാരിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കണം എന്ന് തോന്നുന്നത് കൊണ്ടാണോ, അതോ സ്വന്തം മനസ്സിൽ വരുന്ന ആശയങ്ങളാണോ തെരഞ്ഞെടുക്കുന്നത്? അതായത് പ്ലാൻ ചെയ്തിട്ടാണോ എഴുതാറ്? തീർച്ചയായും ഞാൻ അങ്ങനെ തന്നെ എഴുതുന്നത്. എന്റെ എഴുത്തിന് ഉപരിയായി ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ താങ്കളുടെ അവസാനം നോവൽ വരെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഗൗരി ശങ്കർ ഒരു ദേവദൂതനല്ല, ഒരു സാധാരണ മനുഷ്യനാണ്.
എന്റെ ചുറ്റുമുള്ളവരുടെ വേദന എന്റെ എഴുത്തിൽ പ്രതിഫലിക്കുന്നു. ആ വേദനയുമായി ബന്ധമുള്ളവർക്ക് എന്റെ എഴുത്ത് ചലനമുണ്ടാക്കുന്നു. അത് നിങ്ങൾ പറയുന്ന പോലെ ക്രിട്ടിസൈസ് മാത്രമല്ലാതെ അത് മുഖേന ഒരു നന്മയുണ്ടാവണം. താങ്കളുടെ വായനക്കാരെ ഒരു പുതിയ ലോകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് തോന്നുന്നു? അത് ഒരു എഴുത്തുകാരൻ എന്ന അടയാളമുള്ള ആരും തന്നെ അവർ വയ്ക്കുന്ന പുള്ളിയോ കോമയും പോലും വായിക്കുന്നവർക്കൊരു നീറ്റിലുണ്ടാക്കരുത്. ഞാൻ വെറും കഥ പറയുന്ന ആളല്ല. എന്റെ സമൂഹം മുഖേന എനിക്കുണ്ടാവുന്ന വേദന എന്റെ എഴുത്തു മുഖേന ഞാൻ മറ്റുള്ളവർക്ക് അറിയിക്കുന്നു. എന്റെ കഥയിലൂടെ ഞാൻ പറയുന്ന പ്രശ്നമാണ് നോക്കേണ്ടത്, അല്ലാതെ കഥയല്ല. ഞാനൊന്നും ഇങ്ങനത്തെ എഴുത്തുകാരനല്ല. ആടുന്നല്ലേ ഉദ്ദേശിച്ചത്? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി. കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യൻ എഴുത്തുകാരന്റെ അവാർഡ് താങ്കൾക്ക് മിസ്സായി. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കാരണമുണ്ടോന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അവരുദ്ദേശിക്കുന്ന രീതിയിൽ എന്റെ എഴുത്ത് ഉണ്ടായിരിക്കണമെന്നില്ല. എന്നാൽ ഇത്തവണ എനിക്ക് കിട്ടുമെന്നുള്ള വിശ്വാസമുണ്ട്. താങ്കളുടെ അടുത്ത നോവലിന്റെ കഥാവിഷയം അതെന്തിനു കുറിച്ചെന്ന് പറഞ്ഞുതരാമോ? ഈ പുസ്തകം താൻ ഒരുങ്ങി വെളിച്ചം കൊടുക്കുന്ന ഒരു മെഴുകുതിരി പോലെയുള്ള ചില മനുഷ്യരെ കുറിച്ചുള്ളതായിരിക്കും. താങ്കൾ എഴുതാൻ പോകുന്ന ഈ നോവലിന് അവാർഡ് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എന്റെ പുസ്തകങ്ങളെല്ലാം തന്നെ ഏതോ ഒരു കാരണത്തിനായി അവസാന നിമിഷത്തിൽ ആ അവാർഡ് കിട്ടാതെ പോയി. എന്നാൽ തീർച്ചയായും ഇപ്രാവശ്യം ഞാൻ എഴുതാൻ പോകുന്ന ഈ നോവൽ ആ അവാർഡ് വാങ്ങിച്ചിരിക്കും. ആ സ്ഥലമൊക്കെ ഞാൻ കാണിക്കാം. പക്ഷെ ഒരു കാര്യം, നീ എഴുതുന്ന കഥയിൽ ആ സ്ഥലവും സ്ഥലത്തിലെ ആൾക്കാരും വരാം. പക്ഷെ യാതൊരു കാരണവശാലും നമ്മളെപ്പറ്റി ഒന്നും എഴുതി കളയല്ലേ ഗൗരി. ഞാൻ നിന്നെ പോലെ അല്ല അളിയോ, നമുക്ക് കുടുംബവും പിള്ളേരൊക്കെ ഉണ്ടേ. അഞ്ജു, ആരാ വന്നിരിക്കുന്നേ നോക്ക്. ഹായ് അഞ്ജു. അക്കരെ നിന്നുകൊണ്ട് 10 മാറ്റന്നെ തന്നാനേ, ഇക്കരെ നിന്നുകൊണ്ട് ചക്കൊച്ചൻ ഡിങ്കിടി ഡിങ്കിടി. ഇവ വന്നല്ലോ. ഇനി എവിടുന്ന് കേട്ടാനാ? ശരി ചേച്ചി, ഞാൻ പോയി മല്ലി അയക്കാം. ഹലോ ഡാർലിംഗ് റാണി, ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്നു. നീ എന്താ അവിടെ നിൽക്കുന്നേ? അകത്ത് വാ, കേറി വാ, ഇത് നമ്മുടെ സ്ഥലമാ. സാറ് എന്റെ ഫ്രണ്ടാ. നമസ്കാരം. ഇരുന്ന് പറഞ്ഞാ മതിയടേ. പുള്ളിക്ക് കുറെ കാലമായിട്ട് ഇതുപോലെ ഒരു സ്ഥലം കാണാൻ ആഗ്രഹം അല്ലേ? അഞ്ജു, 2 ഗ്ലാസ് മോരെടുത്തോണ്ട് വന്നേ. പിന്നെ എന്തൊക്കെയാ മോഹൻ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? മുല്ലപ്പെരിയാർ പ്രശ്നം ഉടനെ തീർക്കാന്നാ മുഖ്യം പറയുന്നത്. ആ, നല്ല കാര്യമല്ലേ. പിന്നെ ആന്ധ്രയിലെ നക്സലൈറ്റിന് തല്യം വീണ്ടും തുടങ്ങി. അതെയോ? പിന്നെ സാനിയ മിർസ ഗർഭം ധരിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. പിന്നെന്താ, എപ്പോഴും പോലെ പല ആവിധ ബന്ധങ്ങൾ, അതിലേർപ്പെടുന്ന പല മരണങ്ങൾ. ഇവന്റെ ഭാര്യ അവന്റെ കൂടെ, അവന്റെ ഭാര്യ ഇവന്റെ കൂടെ. പിന്നെ ജപ്പാനിൽ ഒരു പുതിയ മിഷൻ കണ്ടുപിടിച്ചു. ഇവിടെ കള്ളി പെണ്ണെ. മുഖ്യമായിട്ട് നമ്മുടെ സണ്ണിലിയാന്റെ പട്ടി പ്രസവിച്ചു. ഒറ്റ പ്രസവത്തിന് 16 കുട്ടികളാ, എല്ലാം വേറെ വേറെ കളറ്. ഇത് കേൾക്കേണ്ടത് തന്നെ. ഇവിടെ വന്നത് പോയത് ചന്ദനം തേച്ച എല്ലാ പെണ്ണുങ്ങളും ബിറ്റാണ്. നിനക്ക് വേണ്ടിയാണ് ആവശ്യമില്ലാതെ ഈ തള്ളയോടെ ഞാൻ ന്യൂസ് റീൽ വായിച്ചോണ്ടിരിക്കുന്നത്. മെയിൻ ബിറ്റിനെ പെട്ടെന്ന് സെലക്ട് ഇല്ല, അത് പിന്നെ- എവിടെ വിട്ടു? സണ്ണിലിയാന്റെ പട്ടി. ഞാൻ ചോദിച്ചത് നിന്റെ ബിസിനസിനെ കുറിച്ചാ. അതാണോ ചോദിച്ചത്? പിന്നല്ലാതെ. ഇപ്പൊ ഒരു 3 കപ്പൽ സംസാരിച്ചിട്ടുണ്ട്, അതിലൊന്ന് ചേച്ചിയുടെ പേരില്ല. എന്താ ഓക്കെ അല്ലേ? കഴിഞ്ഞ ആഴ്ച ഫ്ലൈറ്റ് ആയിരുന്നു, ഈ ആഴ്ച കപ്പലാണോ? ഒരുപാട് പേര്. അതുകൊണ്ട് എങ്ങനെയാ ഒന്ന് വല്ലാത്തൊരു കുഴപ്പം. കുഴപ്പം? നീ എന്ത് കുടുംബം നടത്താൻ പോണ? ഇത് ശരിയാവില്ല. ഒരു നിമിഷം നില്ല്. മല്ലി. ആ പറയൂ ഡാർലിംഗ്. ഇന്ന് ഞാനല്ല ഡാർലിംഗ്, ഇതാണ് നിന്റെ ഡാർലിംഗ്. ഓ മല്ലി ആളൊരു ജഗജില്ലിയ. വരൂ. ഓൾ ദ ബെസ്റ്റ്. മോഹൻ തന്നെ പറഞ്ഞല്ലോ, ഇനി എന്താ? ആദ്യമായിട്ടാണോ? എന്തു പറ്റി? എന്താ?
ഉം. സോറി. എന്താ പോയ ഉടനെ തിരിച്ചു വന്നത്? ഓ, താലി കണ്ട് പേടിച്ചു പോയോ? ഇവളുടെ ഭർത്താവാ ഇവളെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയത്. മാസാമാസം കളക്ഷന് മാത്രം കൃത്യമായിട്ട് വന്നോളും. ഈ കുട്ടിയെ വേണോ? എനിക്ക് ഈ കുട്ടിയെ അമ്മേ, അമ്മേ, ആ, മാമ വന്നിരിക്കുന്നു. ഹെടി രാജി, എന്താ സുഖമാണോ? സുഖായിരിക്കുന്നു. നിങ്ങൾ ഇനിയും കഴിച്ചില്ലേ? ഞങ്ങള് കഴിച്ചു മോനെ. നിനക്കാ? ഇല്ല, എനിക്ക് വേണ്ട. വിശപ്പില്ല. പിന്നെ നാട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് കിടക്ക്, നാളെ സംസാരിക്കാം. ഗൗരി, നീ ഒരു മിനിറ്റ് ഇരിക്കേ. എന്താ അമ്മായി? ഞാൻ നമ്മുടെ ജോത്സ്യനെ കണ്ട് സംസാരിച്ചിരുന്നു. വരുന്ന മാസം മുഹൂർത്തത്തിനുള്ള നല്ല തീയതിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രായം തികഞ്ഞ ഒരു പെണ്ണിനെ വെച്ച് ഞാൻ അനുഭവിക്കുന്ന വേദന നിനക്കറിയില്ല. എന്റെ ഭർത്താവ് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയതുപോലെ രാജി എങ്ങാനും ഞാൻ വിട്ടിട്ട് പോകുമെന്ന് എനിക്ക് പേടിയാവും. ഓരോ മാസം ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്ത്? ഇല്ല ഇല്ലല്ല, ഒന്നുമില്ല. ഗൗരി, നീ എഴുതുന്ന പോലത്തെ കഥയല്ല ഇത്. രാജി, നിനക്ക് കല്യാണം കഴിക്കണോ അതോ ഡോക്ടർ ആകണോ? മാമൻ എന്ത് പറഞ്ഞാലും എനിക്ക് സമ്മതമാണ്. നീ ഡോക്ടർ ആകേണ്ടത്. അയ്യോ, ഇന്ന് അവൾക്ക് നല്ല സുഖമില്ലല്ലോ. വേണമെങ്കിൽ സുജിയെ പറഞ്ഞേക്കട്ടെ. ഇല്ലില്ല, നിങ്ങൾ തരുന്ന റേറ്റ് അവൾക്ക് ശരിയാവില്ല. ശരി, നിങ്ങൾ നന്നായി ആലോചിച്ചിട്ട് എനിക്ക് ഫോൺ ചെയ്താൽ മതി. ഓക്കെ. പിന്നെ എന്താ ഇത്? പണം. ആരെയാ വേണ്ടേ? ഇന്നലെ എനിക്ക് പൊട്ടു വച്ചായിരുന്നില്ലേ ആ കുട്ടി? ഉം. എണ്ണുന്നില്ലേ? ഇല്ല, കൃത്യമായിട്ടുണ്ടാവും. മുകളിലത്തെ റൂമിലുണ്ട്. നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോളൂ. ഹലോ, ആരാ നിങ്ങൾ?
റാണി ചേച്ചിയെ ഇങ്ങോട്ട്. റാണി ചേച്ചി പറഞ്ഞോ ആദ്യം പുറത്തു പോവൂ. സോറി. ഹലോ, ആ? വെറുതെ പറഞ്ഞതാ, വന്നിരിക്കെ. പണം കൊടുത്തല്ലോ? ആ, കൊടുത്തു. അത് ഇല്ല, വേണ്ട. അതെന്താ? എനിക്ക് കുറച്ച് സംസാരിക്കണം. ഇവിടെ ആരും സംസാരിക്കാൻ വരാറില്ലല്ലോ. എനിക്ക് സംസാരിക്കണം. എന്താ പറയാനുള്ളത്? നിന്റെ പേരെന്താ? നല്ല ചോദ്യം. ഓരോ ദിവസം ഓരോ പേരാ. മൈഥിലി, സംഗീത, സുമതി. ആർക്കൊക്കെ ഏതാണോ ഇഷ്ടം അതാണ് എന്റെ പേര്. നിനക്ക് ഏത് പേരാ ഇഷ്ടം? നിന്റെ യഥാർത്ഥ പേരെന്താ? അമ്മു. മുഴുവൻ പേര് പറ. മുഴുവനായിട്ടില്ലേ? അമ്മു. 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 എന്നെ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ എഴുന്നേറ്റ് പോവോ? കാശ് കൊടുത്തില്ലേ, അപ്പൊ ഇഷ്ട. ഒരു മിനിറ്റ്. പോലീസ് റെയ്ഡിന്ന് വന്നിട്ടുണ്ട്. റാണിയമ്മ നിങ്ങളോട് താഴേക്ക് വരാൻ പറഞ്ഞു. ശരി, നീ പോ. പോലീസ് റെയ്ഡാണെന്ന് നാളെ ആയാലോ? ഏയ്, നിനക്ക് താഴെ പോലീസ് ഉണ്ട്, കുഴപ്പമില്ലേ? എങ്ങനെയാ? ഇതിലേ പൊയ്ക്കോ. അവളെ വിട്. ഒരു മിനിറ്റ്. റാണിയെ സംസാരിക്കുന്നേ. റാണിയമ്മയെ സംസാരിക്കുന്നേ. അദ്ദേഹത്തിന്റെ സെല്ലിലേക്ക് തന്നെ വിളിക്കേ. എല്ലാത്തിനെയും വിളിച്ചോണ്ട് വാ. സർ, കമ്മീഷണർ. നിങ്ങൾ നിൽക്ക. യെസ് സർ. യെസ് സർ. ഓക്കെ സർ. ഓക്കെ സർ. ഓക്കെ. എല്ലാത്തിനെയും വിട്ടിട്ട് വാ. താൻ എന്തിനാണോ ഫോൺ? സർ, അത് പിന്നെ ഇല്ലെന്ന് പറഞ്ഞൂടെ? എന്താണ് മിസ്റ്റർ രജിയതാവേ, കഥയൊക്കെ എങ്ങനെ പോകുന്നു? കഥയുടെ പേര് റെഡി ആയിട്ടുണ്ട്. എന്താ അത്? അമ്മു എന്ന ഞാൻ. നമ്മുടെ അമ്മുവിനെ പറ്റിയാണോ? അപ്പൊ ഇടയ്ക്കിടെ റാണിമടം പോകുന്നല്ലേ? പറയടോ, വേണമെങ്കിൽ റാണി മാഡത്തിന്റെ അടുത്ത് പറഞ്ഞ് നിനക്കൊരു മന്ത്രി പാസ് ഇടാൻ പറയാം. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ തന്നെ സംസാരിച്ചോളാം. ഓക്കെ ഓക്കെ. കുറച്ച് കുടിക്കും. ജീവിച്ച് നശിച്ചവരെ കഥ എഴുതാന്ന് പറഞ്ഞ് നീ നശിക്കല്ലേ? അവിടെ ചെന്ന പല രാജാക്കന്മാര് പിച്ചെടുത്തിട്ടുണ്ട്, ഞാൻ ഒഴികെ. ഡേയ്, ഒരു ബുൾസൈ. ശരിയാണ? എനിക്കത് ഇഷ്ടം. ഇങ്ങോട്ട് താ. അതിങ്ങോട്ട് താ. ഞാൻ പറഞ്ഞില്ലേ അതവിടെ വേണോ? അത് വിശന്നിട്ട് വയ്യ. ഇതെടുത്തോ. ഇതെനിക്ക് വേണ്ട, മറ്റേത് തന്നാ മതി. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അമ്മോ, വേണമെന്ന്. എന്താണോ? എടി, എല്ലാരും കഴിച്ചു. അമ്മു, വിജി കഴിച്ചില്ലേ? ചേച്ചിക്ക് വിശപ്പില്ലെന്ന്. ഉണ്ടല്ലേ? ഏയ്, ഇങ്ങോട്ട് കുറച്ച് ഒഴിക്കരി. വിജി, നീ കഴിച്ചില്ലേ? വിശക്കുന്നില്ല. ഡോക്ടർ എന്താ പറഞ്ഞത്? എനിക്ക് ഇനി ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താ, ഞങ്ങളൊക്കെ ഇല്ലേ? എന്താ വിജി ഇത്? കൊച്ചു കുഞ്ഞിനെ പോലെ എല്ലാവർക്കും രോഗം വരാറില്ലേ? അതിന് പറയുന്നത് നല്ല ശരീരവും പ്രായമുള്ളത് വരേക്ക് ഈ ജോലിയുള്ളൂ. ഞാനൊരു മൂലയ്ക്ക് ചുരുണ്ട് കൂടി കരങ്ങിയിരുന്നാല് അവിടെ കഴിക്കുന്ന 10 പേരുടെ ചോറിൽ മണ്ണ് വീഴും.
പാപമാണ്. ഞാൻ ഇവിടുന്ന് പോകണം. വല്ലതൊക്കെ വിളിച്ചു പറയാതെ, നിനക്കൊന്നും സംഭവിക്കില്ല. രാവിലെ നമുക്ക് വേറെ ഡോക്ടറെ ചെന്ന് കാണാം. ഇപ്പൊ നീ ചെന്ന് മരുന്ന് കഴിച്ചിട്ട് കിടക്ക്. പോ. ഏയ് വിജി ചേച്ചിയെ കണ്ടോടി? ഇല്ല. ഇതെവിടെ പോയിരിക്കാ? വിജി ചേച്ചിയെ കണ്ടോ? ഇല്ല, കണ്ടില്ല. വിജി ചേച്ചിയെ കണ്ടോ? ഇല്ല. വിജി ചേച്ചി അകത്തുണ്ടോ? ഇല്ല. അമ്മേ, വിജി ചേച്ചിയെ കണ്ടോ? ഞാൻ അമ്മയോടാ ചോദിക്കുന്നത്, വിജി ചേച്ചി എവിടെ? പുറത്തു പോയിരിക്കുക. എവിടെയാ? ഇവിടെ അടുത്ത് തന്നെ. അടുത്തെന്ന് വെച്ചാ എവിടെയാ? എന്നോട് പറഞ്ഞിട്ട് പോയില്ല. എപ്പോഴാ തിരിച്ചു വരിക? അറിയില്ല. വിജി ചേച്ചി! അമ്മു, ഇങ്ങോട്ട് വന്നേ. അതിങ്ങി തന്നെ. ഇവിടെ ഇരിക്കേ. വരുമെന്ന് പറഞ്ഞില്ലേ? മനസ്സിലായില്ലേ? ആരാ അത്? ചോദിച്ചത് കേട്ടില്ലേ? ഓഹോ, നിങ്ങളായിരുന്നോ? വെയിറ്റ് ചെയ്താ വരുന്നേ. പിന്നെ ഇന്നും സംസാരിച്ചിരിക്കാനാണോ? അല്ല, ഡ്രസ് ചേഞ്ച് ചെയ്യുന്നില്ലേ? ഡ്രസ്സോ? ഹലോ, എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ഇല്ല, നീ ഡ്രസ് മാറ്റിയിട്ട് വാ. ഓക്കേ. സാറിന് എന്താ ജോലി? ജോലി എന്താന്നാ ചോദിച്ചേ? റൈറ്റർ. ഏത് പോലീസ് സ്റ്റേഷനിലാ? എഴുത്തുകാരൻ. ഓ, സിനിമയിലെ കഥ എഴുത്തുകാരനാണോ? സിനിമയ്ക്കല്ല, നോവൽ എഴുതുക. എന്തിനെ കുറിച്ച് എഴുതുക? ഈ സ്ഥലത്തെക്കുറിച്ച്, ഇവിടെ ഉള്ളവരെക്കുറിച്ച്, പിന്നെ അവരുടെ ജീവിത രീതി, സന്തോഷം, അയ്യോ, ദുഃഖം. ഓ, നിങ്ങൾ അതുപോലത്തെ റൈറ്ററാണോ? അതുപോലെയല്ല, ഇത് വേറെ പോലെ. ആദ്യമായിട്ട് ഞാൻ ഇവിടെ എത്തിയപ്പോ ഇവിടുത്തെ അന്തരീക്ഷം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതിനേക്കാളും നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. അതിന്റെ ടൈറ്റിലും കിട്ടിക്കഴിഞ്ഞു. അമ്മു എന്ന ഞാൻ. അമ്മു എന്ന ഞാൻ? നിന്നെക്കുറിച്ചാണ് ഞാൻ എഴുതാൻ പോകുന്നത്. എന്നെ കുറിച്ചോ? എന്നെ കുറിച്ച് എഴുതാൻ എന്താ ഉള്ളത്? ആദ്യം ഞാനൊന്ന് വായിച്ചോട്ടെ, പിന്നീട് എഴുതാം. ഞാൻ നിന്നെ തൊട്ടോട്ടെ? അവളുടെ ജീവിതത്തെ തീർച്ചയായിട്ടും മാറ്റണം. അതിനാരാണ് മുന്നോട്ട് വരിക? ആരാണ് വരേണ്ടത്? അവൾക്ക് വേണ്ടത് നഷ്ടപരിഹാരമല്ല, പരിഹാരമാണ്. പരിഹാരം തന്നെയാണ് വേണ്ടത്.
എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. നിന്റെ അടുത്ത് ആരെങ്കിലും നിന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ എന്തായിരിക്കും നിന്റെ മറുപടി? എന്നോട് അങ്ങനെ ആരെങ്കിലും ചോദിക്കോ? ചോദിച്ചാ നീ എന്തായിരിക്കും പറയാ? നിന്റെ കഥയ്ക്ക് ആവശ്യമുള്ള കാര്യമാണോ? നീ എന്തായിരിക്കും പറയാ? ചോദിക്കട്ടെ, നോക്കാം. ആ, ഞാൻ ചോദിച്ചാ നീ എന്തിനാ ചിരിക്കുന്നേ? നിന്റെ കഥയ്ക്ക് വേണമെങ്കിൽ ഇത് ശരിയാവും, ജീവിതത്തിൽ അപ്പോ നീ അവൾക്ക് കൊടുക്കരുത്. അപ്പൊ നീ ഈ തെറ്റ് തന്നെ ചെയ്തോണ്ടിരിക്കാൻ പോവാണോ? ഏതാ തെറ്റ്? ഇപ്പോ നീ ചെയ്തോണ്ടിരിക്കുന്നത് നിനക്ക് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതായത് ഗൗരി, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാടാ. നിന്നോടൊപ്പം സംസാരിക്കാൻ ഇഷ്ടം, നിന്നോടൊപ്പം ഉണ്ടാവാൻ ഇഷ്ടാ. ഒരുപാട് പേരോടൊപ്പം കിടന്നിട്ടുണ്ട്, പക്ഷെ നിന്നോട് മാത്രം എപ്പോഴും സംസാരിക്കുന്നത് എന്നും പറഞ്ഞു ഉറങ്ങി എഴുന്നേക്കുമ്പോ നിന്റെ മുഖം തന്നെ കണ്ട് നിന്നോടൊപ്പം മാത്രം കിടന്ന് നിന്റെ കൂടെ തന്നെ ഇരുന്ന് ഇതൊക്കെ എനിക്ക് വേണോ? അതാണ് ജീവിതം, അതാണ് സന്തോഷം. ഇപ്പൊ ഞാൻ സന്തോഷായിട്ടല്ലേ ഉള്ളത്? അമ്മ നിനക്ക് മനസ്സിലാവുന്നില്ല. സമയായി, കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, നമുക്ക് പോകാം. കയറി വരൂ. അമ്മ പുറത്തു പോയിരിക്കുക. ഞാൻ വന്നത് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാ. ഇരിക്കൂ. എന്താ സംസാരിക്കാനുള്ളത്? അമ്മൂനെ കുറിച്ച് തന്നെ. ഞാൻ അമ്മൂനെ വിവാഹം കഴിക്കാന്ന് പതിവായി അമ്മുവിന്റെ കസ്റ്റമേഴ്സ് എല്ലാരും പറയുന്ന കാര്യം തന്നെയാ. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ആളല്ല. അവളോട് ഇതിനെ കുറിച്ച് പറഞ്ഞോ? അവളിപ്പോഴും കൊച്ചുകുട്ടികളെ പോലെയാ. ഇവിടുത്തെ ജീവിതം നല്ലതെന്ന് അവൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല കുടുംബ ജീവിതം ഒരു സ്ത്രീക്ക് എത്ര വലിയ സന്തോഷം കൊടുക്കുന്നുള്ളത് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാൻ ചെയ്യും. അങ്ങനെ ഒരു ജീവിതം അമ്മൂന് നൽകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ അമ്മുവിന് ഒരു ദിവസം എത്രയാ കൊടുക്കുന്നത്? റേറ്റ് 10,000. ഒരു ദിവസത്തേക്ക് 10,000 ആണെങ്കിൽ ജീവിതകാലം മുഴുവനായ എത്ര കൊടുക്കാൻ പറ്റും? ഞാൻ വിചാരിച്ച പോലെ തന്നെ. ഇതെന്റെ വീടിന്റെ പത്രം 45 ലക്ഷം വെച്ചോളൂ. സംസാരിച്ചു നോക്കാം, പക്ഷേ തീരുമാനം അവളുടേതായിരിക്കും. അവള് സമ്മതിച്ചില്ലെങ്കിൽ ഇത് തിരിച്ചു തരും. അമ്മ ഐസ് വയ്ക്കുന്ന തെറ്റിദ്ധരിക്കട്ടെ. നീ വളരെ സുന്ദരിയാ. നീ ഊന്ന് പറഞ്ഞാൽ വെപ്പാട്ടി ആയിക്കോളാം. വെപ്പാട്ടിയാക്കാന്നോ?
തട്ടിവിടുകയെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്. എന്നെ കെട്ടാൻ തന്നെ ആളുണ്ട്. വെപ്പാട്ടിയാക്കാൻ വന്നിരിക്കുന്നു. ഗൗരി നിന്നോട് സംസാരിച്ചോ? അതെ, നീ എന്താ പറഞ്ഞത്? ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. ഗൗരിയെയോ? കല്യാണം കഴിക്കാൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. അതെന്താ? ഒരാളോടൊപ്പം ജീവിച്ച് അവസാനം വരെ കഷ്ടപ്പെടണോ? നിന്റെ ചുറ്റും കാണുന്ന ഈ 10 പേരല്ല ജീവിതം. എന്തൊക്കെ അമ്മ പറയുന്നേ? ഇവിടെ എനിക്ക് ഇഷ്ടമുണ്ടേ പോകുന്നു, ഇല്ലെങ്കിൽ പോത്തില്ല. സന്തോഷമായിട്ടല്ലേ ഉള്ളത്. എന്നെ വിട്ടേക്കമ്മേ. അന്ന് ചോദിച്ചില്ലേ വിജി ചേച്ചി ഇനി വരികയില്ലേന്ന്? എനിക്കപ്പോ അതിന്റെ ഉത്തരം പറയാൻ അറിയില്ലായിരുന്നു. വിജയെ പോലെ ഇവിടെ എത്രയോ പേര് കാണാതെ പോയിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു ദിവസം എന്നെയും കാണാതെ പോയേക്കും. ദാ ഈ നിൽക്കുന്ന മല്ലിയും കാണാതെ പോകും. നിനക്കും എങ്ങനെ ആകണമെന്നുണ്ടോ? ഞങ്ങൾ ഈ തൊഴിലേക്ക് വന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ നിനക്കോ? നീ ഇവിടെയാ വളർന്നത്, അത്രേ ഉള്ളൂ. ഞാൻ താലിയുടെ ബലം മനസ്സിലാക്കിയത് ഗൗരിയുടെ അടുത്തുനിന്നാ. ഈ തൊഴിലിൽ വന്നതിന് ശേഷം മനസ്സിലാക്കിയത് ആണുങ്ങളെ കുറിച്ച് മാത്രം. ഞാൻ പറയുന്നത് വിശ്വസിക്കാമോ? ഗൗരി വളരെ നല്ല മനുഷ്യനാ. അദ്ദേഹത്തെ വിശ്വസിക്കാം. ഒരു നല്ല ഭർത്താവിന് ഭാര്യയുടെ ശരീരത്തെക്കാൾ ഉപരി എത്രയോ സന്തോഷങ്ങളുണ്ട്. ഞങ്ങളിങ്ങനെ ആയിപ്പോയെന്ന് വെച്ചാ അത് ഞങ്ങളുടെ തലയിലെഴുത്ത്. നിന്നെ ഞങ്ങളുടെ കൂടെ ഇവിടെ വളർത്തിയതിന് ഞാൻ പ്രായശ്ചിത്തം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ദയവ് ചെയ്ത് എന്നെ കുറ്റവാളിയാക്കി നിർത്തരുത് മോളെ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? സമ്മതമാണെന്ന് പറ. ശരി, സമ്മതിക്കുന്നു. എനിക്ക് എപ്പോ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു അപ്പൊ തിരിച്ചു വരും ഞാൻ. ബുദ്ധിയുണ്ടാടോ നിനക്ക്? നിനക്ക് കല്യാണം കഴിക്കാൻ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ? നിന്റെ അമ്മായി അമ്മ ഒരു തങ്കക്കുടം പോലെ പെണ്ണിനെ വളർത്ത് ഓരോ മാസം നിന്റെ വീട്ടിൽ വരികയാണ്. ഡേയ്, നീ ഏതോ കഥ എഴുതുന്നു പറഞ്ഞല്ലേ നിന്നെ അവിടെ കൊണ്ടുപോയത്? നീ ഇതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തെ ആ തെറ്റ് ഞാൻ ചെയ്യില്ലായിരുന്നു. ഇങ്ങനെ നോക്കിയേ, 100 രൂപ കൊടുത്താ അവള് സാരി ഊരും, 500 രൂപ കൊടുക്കുകയാണെങ്കിൽ ബ്ലൗസ് ഊരും, 1000 രൂപ ആണെങ്കിൽ മൊത്തം അങ്ങ് ഉരിഞ്ഞിടും. ഞാനൊക്കെ ആണെങ്കിൽ അവിടെ ഒരു വപ്പാട്ടിയെ പോലെ സെലക്ട് ചെയ്യില്ല, നീ ഭാര്യയെ സെലക്ട് ചെയ്തു പറയുന്നു. നിന്നൊക്കെ എന്ത്? ഞാനിത് തീരുമാനിച്ചു കഴിഞ്ഞു. കല്യാണത്തിന് വരുന്നത് വരാത്തതും നിന്റെ ഇഷ്ടം. അമ്മു എന്ന് ഞാൻ ഗൗരി ശങ്കറിനെ ജീവിത പങ്കാളിയായി സ്വീകരിക്കുന്നു. എന്റെ ജീവിതകാലം മുഴുവനും എല്ലാ സുഖങ്ങളിലും ദുഃഖങ്ങളിലും പങ്കെടുക്കുമെന്ന് ഇവിടെ ഞാൻ വാക്ക് നൽകുകയാണ്. ഗൗരി ശങ്കർ എന്ന ഞാൻ ഈ നിൽക്കുന്ന അമ്മുവിനെ എന്റെ ജീവിത പങ്കാളിയായി മനഃപൂർവ്വം സ്വീകരിക്കുന്നു. എന്റെ ജീവിതകാലം മുഴുവനും അവളുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേരുമെന്ന് ഞാൻ പൂർണ്ണ മനസ്സോടും ഹൃദയത്തോടും പറയുന്നു. നീ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. എന്താ ഇത്? നവദമ്പതിക്ക് പുതിയ വീട്ടിലേക്കുള്ള വരവേൽപ്പ്. വലതുകാലം എടുത്തു വെച്ച് ഉള്ളിലേക്ക് വാ. അതിങ്ങിതാ, നീ പുറത്തു പോ. ഇപ്പൊ തന്നെ തുടങ്ങിയോ? ഇതെങ്ങോട്ടാ? ഒന്ന് നിക്ക്. എന്തിനാ? നീയും നവദമ്പതിയല്ലേ?
കോഫിയാണോ ചായയാണോ? കോഫി. നീ എന്തിനാ സാരി അഴിച്ചിട്ടത്? ഹോ, വല്ലാത്ത ചൂട്. എങ്ങനെയാണോ ഈ സാരിയൊക്കെ ഉടുത്തോണ്ട് ജീവിക്കുന്നത്? എപ്പോഴാ അഴിച്ചിടാന്ന് തോന്നിപ്പോയി. തെറ്റാണോ? ഇതെന്താ ഷോക്കേസിലെ സോപ്പ് ഡബ്ബി? അത് 3-ാം ക്ലാസ് പഠിക്കുമ്പോ പ്രസംഗത്തിന് കിട്ടിയ അവാർഡാ. ഇതോ? ഇത് 5-ാം ക്ലാസ്സിൽ കവിത രചനയ്ക്ക് കിട്ടിയത്. ആ, ഇത് 8-ാം ക്ലാസ്സില് എനിക്ക് പ്രസംഗത്തിന് കിട്ടിയതാണ്. ഇപ്പൊ നോക്ക്. അയ്യോ, അടിപൊളിയായിട്ടുണ്ട്. അകത്തെന്താ? വളകളാ. കുഞ്ഞുനാളില് ചേച്ചീനെ അടിച്ചപ്പോ അവരുടെ കയ്യിൽ നിന്ന് പൊട്ടി വീണ വളകളാ. ഇവിടൊക്കെ ഉള്ളത് എന്താ? ഇത് പുസ്തകം വായിച്ചു വാങ്ങിയത്, അത് ജീവിതം വായിച്ചു വാങ്ങിയത്. ഭയങ്കര ചോദ്യാണല്ലോ. ഇതെന്തിനാ? കഥ എഴുതാൻ. ആദാമിന്റെ കാലത്തെ മിഷൻ പോലെയുണ്ടല്ലോ. അമ്മയുടെ കാലത്തുള്ളതാ. എല്ലാ അമ്മമാരും പിള്ളേരെ അടിച്ച് വളർത്തുന്നത്. എന്റെ അമ്മ ഇതടിച്ച് ഞങ്ങളെ വളർത്തിയെടുത്തു. അപ്പോഴൊക്കെ എന്റെ അമ്മയുടെ വിരലുകൾ കൊണ്ടാ ഞങ്ങളുടെ ജീവിതം തന്നെ നീങ്ങിക്കൊണ്ടിരുന്നത്. സെന്റി എടുത്ത് തോന്നല്ലേ? മുകളിലേക്ക് വാ. ഇതെന്താണെന്നറിയോ? ഇതെനിക്കറിയാലോ. ഇതിന്റെ പുറകില് കഥകളൊന്നുമില്ലേ? ഉണ്ട്. കുട്ടിക്കഥയല്ല, വലിയ കഥയാ. ഇനിയാണ് അത് തുടങ്ങേണ്ടത് തന്നെ. തെറ്റില്ലെന്ന് പറഞ്ഞു. അവിടെ തെറ്റില്ല, പക്ഷെ ഇവിടെ തെറ്റാ. അതെ, വേറൊരു പൂവില്ലേ? ഏതാ? മുല്ലപ്പൂവാണോ? അതില്ലല്ലോ. അപ്പോ ഈ പൂ ഒരു 10 മുഴം തന്നേക്ക്. എന്താ മോഹൻ സാറേ, കണ്ടിട്ട് കാണാത്ത പോലെ? മോഹന, സുഖമാണോ? സുഖം. വീട്ടിലെ ജാനകിയും കുട്ടിയൊക്കെ സുഖം തന്നെയല്ലേ? എല്ലാരും സുഖം. എല്ലാരും ഒരു ദിവസം വീട്ടിലേക്ക് കൊണ്ടുപോടാ. അമ്മ വല്ലാതെ സന്തോഷിക്കും. ഇല്ല ഗൗരി, അത് ശരിയാവില്ല. എന്താ? എന്താടാ നീ എന്താ പറയുന്നത്? ആ വീട്ടിൽ എത്ര പ്രാവശ്യം ഞാൻ പോയിട്ട് വന്നിട്ടെന്ന് എനിക്കറിയാം. അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അമ്മ നിന്റെ ഭാര്യയായിട്ട് എന്നെ കൊണ്ട് ആലോചിക്കാനേ വയ്യ. എനിക്ക് അങ്ങനെയുള്ളപ്പോ ഞാൻ എന്ത് പറഞ്ഞ് പരിചയപ്പെടുത്ത എന്റെ ഭാര്യ? നീ ക്രിയേറ്റർ ആണ്ടാ. ക്രിയേറ്റർ സാധാരണ മനുഷ്യരെക്കാളും അതീതരാണെന്ന് പറയും. പക്ഷെ ഞാൻ സാധാരണ മനുഷ്യനാണ്. സോറി ഗൗരി, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയുന്നു വിചാരിച്ചാണ് നിന്നെ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവാന്ന് കരുതിയത്. ശരി, ഞാൻ വരാം. ഇത് കൊള്ളാലോ. എന്താ ഇതൊക്കെ? ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ഓ, നീ പകലല്ലേ വന്നിട്ടുള്ളത്, രാത്രി വന്നിട്ടില്ലല്ലോ. വയസ്സറിയിച്ച ശേഷം ആണുങ്ങളില്ലാത്ത രാത്രി കണ്ടിട്ടേ ഇല്ല. എനിക്കാണ് ഫസ്റ്റ് നൈറ്റ്. ചിരിക്കാൻ തോന്നുന്നു എനിക്ക്. ഇതുവരെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ എത്രയോ രാത്രികൾ ഉറങ്ങാതിരുന്നിരിക്കും. ഇത് ആദ്യത്തെ രാത്രി. തനിച്ച് സുഖമായി നീ ഉറങ്ങാൻ പോകുന്ന ആദ്യ രാത്രി. ഗുഡ് നൈറ്റ്. ഹലോ, എന്താ ടെൻഷനായോ? വെറുതെ പറഞ്ഞതാ. ഈ തനിമയും അതിൽ കിട്ടുന്ന ശാന്തതയും നീ ഒന്ന് അനുഭവിച്ചു നോക്ക്. ഗുഡ് നൈറ്റ്.
ഉറക്കം വരുന്നില്ലേ? എന്തൊക്കെയോ വരുന്നുണ്ട്, പക്ഷെ ഉറക്കം വരുന്നില്ല. ഇത് കേട്ടോണ്ട് കണ്ണടച്ചിരുന്നു. നല്ല ഉറക്കം വരും. ഗുഡ് മോർണിംഗ്. എന്തോ ഒരു പാട്ടിട്ട് തന്നില്ലേ, അത് കേട്ടങ്ങ് ഉറങ്ങിപ്പോയി. അത് എന്തോ ഒരു പാട്ടല്ല, യേശുദാസിന്റെ പാട്ടാ. എന്താ നമ്മൾ കഴിക്കാൻ പോന്നെ? എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്താ നമ്മൾ കഴിക്കാൻ പോകുന്നതെന്നാ ചോദിച്ചേ. ദോശയായാലോ? ചൂടായിട്ട് ദോശ. എന്താടാ ഗൗരി, കല്യാണം കഴിഞ്ഞ് 2 ദിവസമായി, നിന്റെ ഭാര്യയെ ഒന്ന് കാണിക്കുന്ന പോലും ഇല്ലല്ലോ. എന്നാ ചട്നി നിങ്ങൾ ചോദിച്ചില്ലേ? കാണുമ്പോ സുന്ദരിയായിരിക്കണ്ടേ, അതുകൊണ്ടാ കുളിക്കാൻ പറഞ്ഞ. ദാ മാഡം കുളിച്ചിട്ട് വന്നല്ലോ. ഇത് അമ്മു, ഇതാണ് എന്റെ വൈഫ്. ആ, മഹാലക്ഷ്മിയെ പോലെ ഉണ്ട്. ഈ കണ്ണാടി ഒന്ന് ഇട്ട് നോക്ക്, മഹാലക്ഷ്മി പോലെ ഉണ്ടാവും. ഇപ്പോഴാണ് ഈ വീടിനൊരു ഐശ്വര്യം വന്നത്. അമ്മു നന്നായി വരട്ടെ. ഗൗരി, മുത്തശ്ശൻ വാക്കിങ്ങിന് പോയിരിക്കുക, ഞാൻ പോട്ടെ. ആ ശരി, വിട്ടോ വിട്ടോ. ശരി, നമുക്ക് ദോശ കഴിക്കാൻ പോവാ. അതെ,
താൻ എനിക്ക് ഭാര്യ തന്നെ അല്ലേ? എന്താ അങ്ങനെ ഒരു ചോദ്യം? അല്ല, ഞാൻ താലി എന്നൊരു സാധനം കെട്ടിയിട്ടുണ്ടായിരുന്നു. അയ്യോ, ഞാൻ ബാത്റൂമിൽ തന്നെ അഴിച്ചു വെച്ചു. പോയി എടുത്തോണ്ട് വരാട്ടോ. സാറേ സർ ഒരു ഓട്ടോഗ്രാഫ് തരൂ സർ. പ്ലീസ് സർ. സർ ഒരു ഓട്ടോഗ്രാഫ്. സർ പ്ലീസ്. ഏയ്, എനിക്കൊരു ഓട്ടോഗ്രാഫ്. ഹേയ്, സർ, അത് ഗൗരി എനിക്കൊരു ശങ്കർ autograph, അല്ലേ? സർ. അയ്യോ, Thank you, sir. അതെ, അത് റൈറ്റർ ഗൗരി ശങ്കർ ആണ്. വരൂ വരൂ, നമുക്ക് പോയി സംസാരിക്കാന്നേ, പ്ലീസ്. സർ, ഒരു താങ്ക് ഓട്ടോഗ്രാഫ് യു വെരി കൂടി. മച്ച് സർ. താങ്ക് യു സർ. സാർ പ്ലീസ്. താങ്ക് യു സർ. ഹലോ സർ. നമസ്കാരം. ഹലോ സർ, ഐ എം അലക്സ്, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. ആഹാ. ഇതെന്റെ ഭാര്യയാണ്. നമസ്കാരം. പിന്നെ ഇവളെന്റെ മോൾ. ഹലോ അങ്കിൾ. മോളെ പേരെന്താ? മണിമൊഴി. ചേട്ടാ, ഇനി വാ. ഇതെന്റെ ഭാര്യ അമ്മു. നമസ്കാരം മാഡം. ഹലോ. സാർ എന്റെ മിസ്സസ് അങ്ങയുടെ വലിയ ആരാധികയാണ്. ഓ, സാറിന്റെ കഥയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താന്ന് വെച്ചാൽ സാർ പെണ്ണുങ്ങൾക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അതാണ്. വളരെ താങ്ക്സ്. അതെ. ഒന്നുമില്ല, അങ്ങയുടെ ഓട്ടോഗ്രാഫ് തന്നോളൂ. സാർ അങ്ങയുടെ മിസ്സസ് ഒരു ദിവസം നമ്മുടെ വീട്ടിൽ ഡിന്നറിന് വരണം. വരാം, തീർച്ചയായും വരാം. തീർച്ചയായും വരണം സർ. ഓക്കെ, താങ്ക് യു താങ്ക് സർ. യു. ഓക്കെ, ബൈ Bye, ബൈ ബൈ uncle. മോളൂ. ഗൗരി. എന്താ പറ? ഗൗരി, എന്താ? എന്നെ ഒന്ന് നോക്ക്. ജോലി ചെയ്യുന്നത് കണ്ടില്ലേ? എന്നെ നോക്കാനല്ലേ പറഞ്ഞ്? എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് കിടക്കാൻ പറയരുത്. കുറച്ചെങ്കിലും ബുദ്ധിയുണ്ട്. ഞാൻ ആ പേപ്പർ. ഇതൊക്കെ നിന്നോട് ആരാ ചെയ്യാൻ പറഞ്ഞത്? തിന്നിട്ട് പലയിടത്തും കിടന്ന് ഉറങ്ങിയ പോരെ നിനക്ക്? ബുദ്ധിയില്ലാത്ത ശവം. ശവം. നിനക്കെന്താടി വട്ട് പിടിച്ചിരിക്കുകയാണോ? എന്തിനാ എല്ലാം ഇട്ട് ഇങ്ങനെ പൊട്ടിക്കുന്നത്? ഇതാ ഞാൻ പൊട്ടിച്ചത്. ചേച്ചിയുടെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കാണല്ലോ എന്ന് കണ്ട് ഞാൻ പേപ്പർ ഒട്ടിച്ച് വെച്ചതാ. അത് പൊട്ടിപ്പോയെ ഞാൻ എന്താ ചെയ്യാ? കഴിക്കാൻ എന്താ വേണ്ടേ?
നീ ഇട്ടിരിക്കുന്ന എൻ്റെ ചെരുപ്പാ. താങ്ക്സ്. ഞാൻ കഴിക്കാൻ പോവാ. ഞാനും വരുന്നു. ഓർഡർ പ്ലീസ്. ഓർഡർ പ്ലീസ്. വേണ്ട. ഒരു സെറ്റ് വേണ്ട, ഒരു സെറ്റ് വേണം. എന്താ? 2 ദോശ. ഓക്കെ സർ. എനിക്ക് പൂരി മതി. ശരി, 2 സെറ്റ് പൂരി. എനിക്ക് ദോശ. ശരി, ഒരു ദോശ, ഒരു പൂരി. ഒരു സെറ്റ് പൂരി, ഒരു സെറ്റ് ദോശ. അങ്ങനെയല്ല മാഷേ, ഒരു പൂരി, ഒരു ദോശ. ഇല്ല, ഒരു ദോശ, ഒരു പൂരി. ഒരു സെറ്റ് പൂരി, ഒരു സെറ്റ് ദോശ. ശരി, എങ്ങനെയെങ്കിലും പേർത്തോളൂ. അപ്പോ മാഡത്തിന് പൂരി, സാറിന് ദോശ. അല്ലല്ല, സാറിന് ദോശ, മാഡത്തിന് അല്ല, മാഡത്തിനാണോ ദോശ? നിന്റെ പേരെന്താ? എന്താ? നിന്റെ പേരെന്താന്ന്? എനിക്ക് അറിയില്ല. എന്തോ? നീ കഴിക്ക്. നിങ്ങൾ എന്താ ചെയ്യാൻ ശ്രമിക്കുന്നു? കൊള്ളാം. പറടാ. 1500 രൂപ കൊടുത്തൊരു ചരക്കിനെ പൊക്കിക്കൊണ്ട് വന്നതാ. അത് വലിച്ചു വാരി തിന്നുന്നതല്ലാതെ വേറെ ഒന്നും സംസാരിക്കുന്നില്ല. ഞാൻ പിന്നെ വിളിക്കാം. അമ്മു അല്ലേ? ഹായ് അമ്മു. ആ പോയ ആളാണോ പാർട്ടി? പണി തുടങ്ങിയ തീർന്നെങ്കിൽ എൻ്റെ റൂമിൽ 302. എന്താ നോക്കുന്നത്? പൈസ തരാം. സാറ് ഫ്രണ്ടാണ്? അതെ സർ, എൻ്റെ പേര് രഘു. ഇരിക്കും. കുടിക്കാൻ എന്താ വേണ്ടത്? നല്ല കമ്പനിയാണ് സർ. നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നോ? കഴിക്കാനാ വന്നത്. ഞാൻ കൊണ്ടുവന്ന സാധനം കണ്ടില്ലേ? വിരളി പിടിച്ച പിള്ളേർ ചക്കപ്പഴം കണ്ട പോലെ വലിച്ചു വാരി കയറ്റണം. സാർ, ഞാൻ ഒരു ദിവസം അമ്മൂടെ കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഓഫർ കൊടുത്തു. നീ സൂപ്പറായിട്ടുണ്ട്, പറഞ്ഞാൽ വെപ്പാട്ടിയാക്കാന്ന്. അപ്പോൾ പറയാ എന്നെ കെട്ടാനേ ആളുണ്ട്, പിന്നെയാണോ വെപ്പാട്ടിയെന്ന്. പിന്നെ എന്തായി ആ കെട്ടാനുള്ള പാർട്ടി? വിട്ടിട്ട് പോയാ? അവൻ കൈവിട്ടില്ല സാർ, കല്യാണം കഴിച്ചു. അത് സാറിന് എങ്ങനെ അറിയാം? അത് ഞാൻ തന്നെയാ സാർ. സോറി സാർ, ഞാൻ അറിയാതെ എന്തോ സംസാരിച്ചു. അമ്മോ, നീ കഴിക്കേ. സാർ, സ്വന്തം ഭാര്യ ഇന്നൊരാൾ നോക്കുന്ന പോലെ ഇഷ്ടമില്ലാത്ത ഈ കാലത്ത്, സോറി, ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് അറിഞ്ഞ് നിങ്ങൾ, ഇതൊരു ചരിത്രമാവും സാർ. ഹാറ്റ്സ് ഓഫ് ടു യു. യു ആർ റിയലി ഗ്രേറ്റ്. ഹാറ്റ്സ് ഓഫ്. വരട്ടെ സാർ. പെങ്ങളെന്ന് വിളിച്ചാൽ തെറ്റാവും. അമ്മു, നീ നന്നായിരിക്കണം. ആ ദൈവം അനുഗ്രഹിക്കട്ടെ. ഗൗരി, സോറി ഗൗരി, ഞാൻ മീൻ തൊട്ടി പൊട്ടിച്ചത് തെറ്റാണ്. തെറ്റെന്റെ പേര് തന്നെയാ.
ഞാനങ്ങനെ വഴക്ക് പറയാൻ പാടില്ലായിരുന്നു. ഗൗരി, വരണം. അമ്മു അമ്പലത്തിലേക്ക് പോയിരിക്കുക. അറിഞ്ഞുകൊണ്ട് തന്നെ വന്നത്. വരൂ, അകത്ത് പോയി സംസാരിക്കാം. സാരമില്ല. ഇതാ വാങ്ങിച്ചോളൂ. അന്ന് ഞാൻ ഈ മുദ്രപത്രം നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിച്ചപ്പോ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. പക്ഷേ അപ്പൊ എനിക്ക് വേറെ വഴി അറിയില്ലായിരുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ അയക്കുന്ന കുട്ടിയെ എന്തെങ്കിലും ഒരു ദിവസം ഇവള് റാണിയമ്മയുടെ മകളല്ലേ എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണെങ്കിൽ ഞാനില്ലെങ്കിലും ഇതെങ്കിലും അവൾക്കൊരു രക്ഷയാകുമല്ലോ എന്ന് പറഞ്ഞാ വാങ്ങിച്ചത്. ഇനിയിപ്പോ ഇത് എന്റെ അടുത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇത് വാങ്ങിച്ചിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തതെന്ന് അമ്മുവിന് ഇതുവരെ അറിയില്ല. ഇന്നുവരെ ഞാനൊരു നല്ല അമ്മയായിരുന്നു. ഇനി അങ്ങോട്ടും അവളുടെ ആ വിശ്വാസം നിലനിർത്തണം. ഇത് മുദ്രപത്രമല്ല, നിങ്ങൾ എൻ്റെ മേൽ വച്ചിരിക്കുന്ന വിശ്വാസമാണ്. അതിന് തീർച്ചയായിട്ടും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ അതെ, മോഹനാണ്. ഞാൻ ഗൗരിയുടെ അമ്മായിയെ സംസാരിക്കുന്നേ. അമ്മായി എപ്പോഴാണ് നാട്ടിൽ നിന്ന് വന്നത്? സുഖമാണോ? രാജിക്ക് സുഖമല്ലേ? സുഖായിരിക്കുന്നു മോനെ. അല്ല, ഗൗരിക്ക് ഫോൺ ചെയ്ത അവൻ ഫോൺ എടുക്കുന്നേ ഇല്ലല്ലോ. ഞാൻ സംസാരിച്ചും കുറെ കാലമായി. എന്താ മോനെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അത് എങ്ങനെ പറയാനാ, ഞാൻ ആവശ്യമില്ലാതെ അവനെ ഒരു സ്ഥലത്ത് വിളിച്ചോണ്ട് പോയി. ആരടി നീ? ഗൗരിയുടെ ഭാര്യ. അപ്പപ്പ കിട്ടുന്ന കാശിന് മാല വാങ്ങിച്ചിട്ടാ അതൊക്കെ താലിയാകോടി. അമ്മേ വിടമ്മേ, മാമൻ വരട്ടെ. എന്താണെങ്കിലും നമുക്ക് മാമനോട് നീ സംസാരിക്കാം. ഒന്നും മിണ്ടാതിരിക്കേ. ഈ വീടിന്റെ അവകാശം നിന്റെ വയറ്റിൽ വളരണം. അതിൽ കണ്ട തെറ്റുകൾക്കൊന്നും പങ്കുകൊടുക്കാൻ പറ്റില്ല. കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു വരപ്രസാദമാണടി. ഈ തൊഴിൽ ചെയ്യുന്നവർക്കൊന്നും അതിന്റെ മഹത്വം അറിയത്തില്ല. ദേ നോക്കടി, ഗൗരി ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്റെ മകനെ പോലെയാ. അവൻ എപ്പ എന്ത് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്. പുറത്തു പോടി. അമ്മേ പുറത്തു പോകാനാ പറഞ്ഞത്. വിടാനോ പറഞ്ഞേ? ഇങ്ങോട്ട് പാടി. അമ്മേ ഇങ്ങോട്ട് വരാൻ. അമ്മേ വന്നിരിക്കുന്നു. ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അതെ താങ്കളുടെ അതെ, കയ്യിലുണ്ട്. തീർച്ചയായിട്ടും. നോവലിന്റെ റേപ്പർ വൈഫിനെ കാണിച്ചു? ഇല്ലല്ല, ഇന്നാ എടുത്തോണ്ട് പോകേണ്ടത്. അവാർഡിന് ഇപ്പൊ തന്നെ റിസർവ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? റിസർവേഷനും ചെയ്യേണ്ട ആവശ്യമില്ല. അതെനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നെ. അപ്പൊ ഒരു 5 സ്റ്റാർ ഹോട്ടൽ പാർട്ടി പ്രതീക്ഷിക്കാം. 5 സ്റ്റാർ ഹോട്ടലൊക്കെ വളരെ ചീപ്പാണ് സർ. പ്രിയ പത്നിയുടെ കയ്യിൽ നിന്നും ഒരു ഉരുള ചോറ് തിന്നുന്ന സുഖമുണ്ടല്ലോ, അതാണ്. അതെ സർ, സാർ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാ വെക്കട്ടെ. നിങ്ങളെപ്പോഴാ വന്നേ?
എന്തിനാ പുറത്തു തന്നെ ഇരിക്കുന്നേ? അമ്മോ, 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 അമ്മോ ഇവിടെ. അമ്മ അവളെ ഇവിടുന്ന് ഇറക്കി വിട്ടു. എന്താ, എന്തു പറ്റി? നീ എന്നോട് ഇത്ര വലിയ ദ്രോഹം ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കണ്ട വേശിയൊക്കെ എങ്ങനെയാടാ വീട്ടിനകത്ത് കയറ്റിയത്? അമ്മു എവിടെ? ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കി. അമ്മു എന്റെ ഭാര്യയാണ്. 20 വർഷമായിട്ട് നിനക്ക് വേണ്ടി ഒരു മകളെ ഞാൻ വളർത്തി. ഇവളോട് ഞാൻ എന്താടാ സമാധാനം പറയാ? രാജി ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയാ. അവളെ ഞാൻ എങ്ങനെ എന്റെ ഭാര്യയായിട്ട്? നിങ്ങളുടെ ആഗ്രഹത്തിന് അവളുടെ ജീവിതം പാഴാക്കുന്നേ? ഓഹോ, നിന്നെ തന്നെ ഓർത്തിരിക്കുന്ന ഇവളെ നീ സ്വീകരിക്കില്ല, ആ ധർമ്മപത്നിയെ നീ സ്വീകരിക്കും. നല്ല ന്യായം തന്നെ. അവള് എന്നെ മാത്രം വിശ്വസിച്ച് വന്നവളാ. അവൾക്ക് വേണ്ടി, ആ വേശിക്ക് വേണ്ടി. ഗൗരി, ഞാൻ നിന്റെ അമ്മായിയാടാ. ഇല്ല, എന്റെ അമ്മായിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ അയക്കില്ലായിരുന്നു. ഇനി ഞാൻ നിങ്ങൾ അങ്ങനെ വിളിക്കില്ല. സോറി അമ്മാവ, അമ്മ ചെയ്തത് തെറ്റാണ്. നിങ്ങളെപ്പോലെ ഒരാൾക്ക് ഉറപ്പായിട്ട് അവൾ നല്ലൊരു കുട്ടിയായിരിക്കും. പോയി അവരെ കൂട്ടിയിട്ട് വരൂ. ഒരു മിനിറ്റ്. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഉറപ്പായിട്ട് ഞങ്ങളിവിടെ കാണില്ല. കേറി വരൂ. അല്ല, അമ്മു വന്നില്ലേ? ഇല്ല, ഞാനിവിടെ അടുത്തൊരു ജോലിക്കാരിയായിട്ട് വന്നതാ. അതുകൊണ്ട് നിങ്ങളെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. എന്നാ ഞാൻ വരട്ടെ? അകത്തേക്ക് വരൂന്നേ, ഒരു കാപ്പി കുടിച്ചിട്ട് പോവാം. ഞാൻ അമ്മുവായിട്ട് വരാം. അമ്മു, അമ്മു, നീ എവിടെയാ പോയത്? വീട്ടിൽ നിന്ന് പുറത്താക്കി. ഞാൻ എങ്ങോട്ടാ പോവാ? നീ എവിടെ പോയതാ? ഞാൻ ഈ നാട് മുഴുവൻ തന്നെ അന്വേഷിക്കുകയായിരുന്നു. റാണി ചേച്ചിയുടെ വീട്ടിലേക്കും പോയി. ഞാൻ വീണ്ടും റാണിയമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. നീ എങ്ങനെയാ കരുതിയത്? എന്തിനാ അങ്ങനെ വിചാരിച്ചത്? സോറി അമ്മു, ഞാൻ ചെയ്ത തെറ്റ് തന്നെ.
അല്ലാതെ വേറെ ആരാ ഉള്ളത്? ശരി ശരി, ഞാനിനി എവിടേക്കും പോവില്ല. നിന്നെ വിട്ട് ഞാൻ എവിടേക്കും പോവില്ല. എന്റെ അമ്മുവിന് ചെറിയൊരു സമ്മാനം. ടൈപ്പ് റൈറ്ററിന്റെ കീബോർഡ് നോക്കൂ. ജോമെട്രി ബോക്സിൽ നോക്കൂ. എടി മരക്കഴുതേ, വീണ്ടും പോയി ടൈപ്പ് റൈറ്ററിന് പുറത്ത് നോക്ക്. പോയിട്ട് വന്ന് നോക്കിക്കൊള്ളാം നിന്നെ. സമർപ്പണം എന്റെ അമ്മുവിന്. പേര് പറഞ്ഞട്ടെ. ഗൗരി ശങ്കർ. നക്ഷത്രം രാശി അറിയില്ലല്ലോ. സാരമില്ല. ഗൗരി ശങ്കര നാമധേയസേയ തമ കുടുംബാന സമസ്തേ. ഈശ്വരാ, എനിക്ക് എല്ലാ ബന്ധങ്ങളും എന്റെ ഗൗരി മാത്രം. എനിക്ക് എന്തെങ്കിലും സന്തോഷം തരാനുണ്ടെങ്കിൽ അതിന്റെ ഗൗരിക്ക് കൊടുക്ക്. അദ്ദേഹത്തിന് എന്തെങ്കിലും ചെറിയ കഷ്ടം കൊടുക്കണമെങ്കിലും അതെനിക്ക് തന്നേക്ക്. അദ്ദേഹത്തിന്റെ സ്വപ്നവും ലക്ഷ്യവും എല്ലാം നിറവേറണം. അതിന് നീ തന്നെ സഹായിക്കണം. എല്ലാം നന്നായിട്ട് നടക്കുമോ? സർവമംഗളവും ഭവിക്കട്ടെ. ഈ കുട്ടിക്ക് ഭഗവതി എല്ലാ നന്മകളും വരുത്തട്ടെ. എന്റെ ജീവിത അഭിലാഷം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന എന്റെ അമ്മുവിന്റെ ജീവിതം പുസ്തകമായപ്പോൾ വളരെ പ്രതീക്ഷയോടെ ഞാൻ കമ്മിറ്റിയിലേക്ക് അയച്ചു. കഴിഞ്ഞ 2 പ്രാവശ്യവും എന്റെ പുസ്തകം ആ കമ്മിറ്റി തിരഞ്ഞെടുത്തിരുന്നില്ല. എന്നാൽ ഈ പ്രാവശ്യം അവസാന റൗണ്ട് വരെ എത്തിയെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. നമസ്കാരം സർ. ഇന്ത്യൻ സാഹിത്യ അക്കാദമിയിൽ നിന്ന് ഈ വർഷം അവാർഡിന് സെലക്ട് ആയ ബുക്കുകൾ വന്നിട്ടുണ്ട്. രണ്ടാം നക്കിരൻ കവിതകൾ, ശ്രീ ശ്രീ രവിശങ്കർ, നെൽസൺ മണ്ടേല. അമ്മു എന്ന ഞാൻ.
ഗൗരി ശങ്കർ. വീടെവിടെയാ? ദാ വരുന്നു. എന്നെ മനസ്സിലായോ? നാഥൻ. ഗൗരി പുറത്തു പോയിരിക്കാണല്ലോ. അതറിഞ്ഞിട്ടല്ലേ വന്നത്. ഉള്ളിലേക്ക് വരട്ടെ. എന്നെ ഓർമ്മയുണ്ടോ അമ്മോ? 1,00,000 രൂപ. നീ മറന്നു കാണും. പാവം കൊച്ചു പെണ്ണല്ലേ. പക്ഷേ അപമാനപ്പെട്ടത് ഞാനല്ലേ? ഗൗരിയുടെ 25 വർഷത്തെ തപം നിന്റെ ജീവിതം മൂലം നിറവേറാൻ പോകുന്നു. ഇനി 2 ദിവസത്തിനുള്ളിൽ നമുക്ക് മാത്രം അറിയാവുന്ന ഗൗരി ഈ ലോകം മുഴുവനും അറിയപ്പെടാൻ പോകുന്നു. ഈ നോവൽ റെഡിയാവാൻ നിന്റെ ജീവിതം ആവശ്യമുള്ളതുപോലെ ഗൗരിക്ക് ഈ അവാർഡ് കിട്ടാൻ നീ ആവശ്യമുണ്ട്. എനിക്ക് ഒരു ദിവസം, ഒരേ ഒരു ദിവസം നമുക്ക് നല്ലത് ചെയ്തവർക്ക് നന്ദി വിശ്വാസത്തോടുകൂടി നമ്മൾ ഇരിക്കേണ്ടത് ആവശ്യമല്ലേ? നിനക്ക് ഇത്ര വലിയൊരു ജീവിതം കൊടുത്ത ഗൗരിക്ക് നീ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇപ്പോ ഭർത്താവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയി നിങ്ങൾ വ്രതം ഇരിക്കാറില്ലേ? കഠിനമായ വ്രതങ്ങൾ ഇരിക്കാറില്ലേ? അതുപോലെ തന്നെയാണ് ഇതും. നീ എത്ര സമയം വേണമെങ്കിലും എടുത്തോ, പക്ഷെ 48 മണിക്കൂർ മാത്രം. ദയവേത് പുറത്തു പോകുന്നുണ്ടോ? കന്യകകൾക്ക് കല്യാണം കഴിഞ്ഞാൽ ഭംഗി കൂടുമെന്ന് പറയാറുണ്ട്. പക്ഷേ നിന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്. പുറത്തു പോടാ പട്ടി. ടെൻഷൻ ആകല്ലേ അമ്മോ. ഒന്ന് നല്ലതുപോലെ ആലോചിക്ക്. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. ഞാനിന്ന് വല്ലാത്ത സന്തോഷത്തിലാമോ. എന്താണെന്നറിയോ? അത് ഞാൻ രാവിലെ നിന്നോട് പറയുള്ളൂ. അതുവരെ ഇത് സസ്പെൻസാ. നമ്മെ ചുറ്റി ആയിരക്കണക്കായിട്ടുള്ള വായനക്കാരുണ്ടായിരുന്നാലും ഇതുപോലത്തെ അവാർഡുകളാണ് എഴുത്തുകാരന് കിട്ടുന്ന അംഗീകാരം. എന്റെ സംസ്കാരം, എന്റെ നാടിന്റെ പെരുമ, എന്റെ കൂടെ ഉള്ളവരുടെ വേദനയെ, സന്തോഷത്തെ, വേറൊരു ഭാഷ സംസാരിക്കുന്ന ഒരുത്തനെ എന്റെ എഴുത്തിലൂടെ എന്റെ കഥ പറഞ്ഞു കൊടുക്കുന്ന എന്ത് വലിയ കാര്യമാണ്. ആ വരം നീ കാരണമാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. നീ എനിക്ക് മാത്രം വായിക്കാൻ തന്ന നിന്റെ ജീവിതം കാരണം കിട്ടാൻ പോവുക. അന്ന് മുഴുവനും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ആ നിമിഷം അദ്ദേഹം കൊച്ചുകുട്ടികളെ പോലെ സന്തോഷിക്കുന്ന കണ്ടപ്പം ആ സന്തോഷം എന്നും ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു പോയി. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറായി. ഗൗരിയോടൊപ്പം ഞാൻ സന്തോഷമായിട്ട് ജീവിച്ച ആ വീട്ടിൽ ഒരു ദിവസം അവസാനമായി ഒന്നുകൊണ്ട് ജീവിക്കണമെന്ന് തീരുമാനിച്ചു. രാത്രി ഞാൻ ഒരു കാര്യം പറയാന്ന് പറഞ്ഞിരുന്നില്ലേ? അതെന്താണെന്ന് ചോദിക്കണമെന്ന് തോന്നുന്നില്ലേ? അതെന്താണെന്ന് വെച്ചാൽ എന്നെ നാഥൻ സാർ വരാൻ പറഞ്ഞിരിക്കുക. അദ്ദേഹമാണ് എനിക്ക് അവാർഡ് തരാൻ പോകുന്ന കമ്മിറ്റിയുടെ അതോറിറ്റി. അദ്ദേഹം സൈൻ ചെയ്താൽ എനിക്ക് അവാർഡ് കിട്ടുള്ളൂ. ഇപ്പൊ അദ്ദേഹം തന്നെ ക്ഷണിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് അവാർഡ് കിട്ടിയ പോലെ തന്നെയാ. ഒരു മിനിറ്റ്. എന്താ വല്ലാത്ത പ്രാർത്ഥനയെന്ന് തോന്നുന്നു. ഈ വർഷത്തെ അവാർഡ് നിങ്ങൾക്ക്. ആരാ? ദൈവം എന്ന് പറഞ്ഞാണോ? ഞാൻ പറയാ ദൈവത്തോട്.
വരൂ ഗൗരിശങ്കർ, ഇരിക്കൂ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ കഥ വായിച്ചു, വളരെ നന്നായിരുന്നു. നന്ദിയുണ്ട് സർ. ലാസ്റ്റ് 2 times നിങ്ങൾക്ക് ഈ അവാർഡ് അതെ മിസ്സായില്ലേ? സർ. ഇപ്രാവശ്യം അങ്ങനെ സംഭവിക്കാൻ പാടില്ല. വെറുതെ പറയല്ലോ കേട്ടോ, കഥ ശരിക്കും അനുഭവിച്ചെഴുതിയിരിക്കുക. നിങ്ങളുടെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് വാശിയുണ്ട് ഈ അവാർഡ് നിങ്ങൾക്ക് തന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന്. കഥയെ എഴുത്തായിട്ട് കാണാനും ജീവിതമായിട്ട് കാണാനും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? മിസ്റ്റർ ഗൗരിശങ്കർ, ഒരു ചെറിയ സംശയം. ഈ കഥയിൽ വരുന്ന അമ്മു യഥാർത്ഥത്തിൽ ഉണ്ടല്ലേ? ഉണ്ട് സർ, എന്റെ ഭാര്യയെ. ആ നാളെ പത്രങ്ങളിലും ടിവിയിലുമെല്ലാം എല്ലാത്തിന്റെ ഹെഡ്ലൈൻസ് നിങ്ങളെ പറ്റിയായിരിക്കും. ഇതൊരു ഗ്രേറ്റ് മൊമെന്റ് ആണല്ലേ? തീർച്ചയായും സർ. മിസ്റ്റർ ഗൗരി സർ, എനിക്കൊരു ചെറിയ ഫേവർ ചെയ്യണമേ നിങ്ങൾ. പറഞ്ഞോളൂ സർ. ഇപ്പോ നിങ്ങളുടെ കഥ വായിക്കുമ്പോൾ ഒരു 6 മാസമെങ്കിലും ജീവിച്ചനുഭവിച്ചെഴുതിയായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ 6 മാസത്തെ ജീവിതം എനിക്ക് ഒരു ദിവസമെങ്കിലും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സാർ എന്താ പറയുന്നത് മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലേ? ഒന്നും മനസ്സിലായിട്ടില്ല? നിങ്ങളുടെ എഴുത്ത് കാണുമ്പോ നിങ്ങൾ വളരെ ഷാർപ്പാണെന്ന് കരുതി. ശരി, നേരിട്ട് തന്നെ അങ്ങ് ചോദിച്ചേക്കാം. പഴയ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായ ഇപ്പൊ നിങ്ങളുടെ ഭാര്യയായ അമ്മുവിന്റെ കൂടെ എനിക്ക് ഒരു ദിവസമെങ്കിലും ജീവിച്ചാൽ മതിയാകൂ. എനിക്ക് എന്റെ അമ്മന്റെ കൂടെ ജീവിക്കണോടാ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ജീവനോടെ വിടുന്നത്. ഗൗരി, ഒരു മിനിറ്റ്. ദേഷ്യം കണ്ണിനെ മറയ്ക്കുമെന്ന് പറയാറുണ്ട്. നിങ്ങളുടെ ദേഷ്യം കാരണം നിങ്ങളുടെ അവാർഡ് നഷ്ടപ്പെടാൻ പോകുന്നു. ഇപ്പോഴും ഒന്നും താമസിച്ചിട്ടില്ല. നല്ലതുപോലെ ആലോചിച്ച് നാളെ എനിക്ക് ഉത്തരം തന്നാൽ മതി. പൊതുവെ നീ വെള്ളം അടിക്കാത്തവനാണല്ലോ. ഇന്ന് എന്ത് പറ്റി ഇങ്ങനെ കുടിക്കുന്നു? ആ നാഥൻ സാറിനെ പോയി കണ്ടോ? ആ പൊന്നെ പൊലടി മോനെ, എനിക്ക് അവാർഡ് കിട്ടണമെങ്കിൽ ഒരു ദിവസത്തേക്ക് അമ്മ വേണമെന്ന് ചോദിക്കടാ. അതിന് നീ എന്ത് പറഞ്ഞു? അതിന് നീ എന്ത് പറഞ്ഞു? അടിച്ച് അവന്റെ മോന്തയെല്ലാം തകർത്തിട്ടാ വന്നത്. എന്ത് മണ്ടത്തരാണോ നീ കാണിച്ചത്? നിന്റെ ലക്ഷ്യം എന്താ? ആ കഥ എഴുതുന്നതല്ലേ? അവൻ എന്താ ഒരു പതിവ്രതയാണോ ചോദിച്ചത്? ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനല്ലേ ചോദിച്ചത്? എന്റെ അമ്മുവ, അവളെ കുറിച്ച് ആര് തെറ്റായിട്ട് സംസാരിച്ചാലും കുത്തി കൊന്നുകളയും ഞാൻ. അവന്റെ തെണ്ടി. നിനക്ക് ഇഷ്ടപ്പെട്ട ഉരുളക്കിഴങ്ങ് കറി, നിനക്ക് ഇഷ്ടമുള്ള സാമ്പാർ,
നിനക്കിഷ്ടമുള്ള ചോറ് എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. മുട്ട ഹലോ, ഞാൻ മോഹനാണ് ഗൗരി. ഞാൻ പറഞ്ഞല്ലടാ, ഞാൻ പറഞ്ഞല്ലേ. ഓക്കേടാ, ആ നീ വെറുതെ ആ. കൺഫ്യൂസ് ആവാതെ അവളുടെ അടുത്ത് കൂടെ ഞാൻ സംസാരിക്കാം. അതെ. ആ ഹലോ ഗൗരി, ഞാൻ മോഹനാണ്. പറയടാ. ദയവേത് ഞാൻ പറയുന്ന കേള്, ഫോൺ കട്ട് ചെയ്യല്ലേ. എമോഷനിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. എന്ത് പറ്റി? ഒന്നുമില്ല. ആ വിധി. ആ. ഗൗരി, ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേള്. അവക്ക് വേണ്ടി നിനക്ക് കിട്ടാൻ പോകുന്ന അവാർഡ് നീ നിഷേധിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. നിന്റെ അമ്മയുടെ മോളെ നീ കല്യാണം കഴിച്ച് അവളെയാണ് അവൻ ചോദിച്ചത്. അതിന് നീ അവനെ അടിച്ചിരുന്നെങ്കിൽ അതിലൊരു ന്യായമുണ്ട്. നീ എന്തിനാ റാണിമഠത്തിൽ പോയത്? കഥ എഴുതാനല്ലേ? അവളെ കണ്ടത്, അവളെ പറ്റി എഴുതിയത് എല്ലാം നീ അവാർഡ് വാങ്ങിക്കാനല്ലേ? ആ എഴുത്തിന് വേണ്ടി നീ എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം നിന്റെ സ്നേഹിതനായിട്ട് ഞാൻ എത്രയോ സന്തോഷിച്ചു. പക്ഷെ ഇന്ന് ആ പന്നപ്പോ ഗൗരി, ഇരുട്ടിലുള്ള അവളെ ജീവിതം വെളിച്ചത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നീ ഇരുട്ടിലേക്ക് പോകരുത്. പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ കൂടെ ജീവിക്കുന്നത് നിനക്ക് വേണമെങ്കിൽ വലിയ കാര്യമായിരിക്കാം. പക്ഷെ ഒരു കസ്റ്റമറുടെ കൂടെ ജീവിക്കുന്നത് അവക്കൊന്നും വലിയ കാര്യമല്ലടാ. എവിടെയോ കിടന്നവർക്ക് വേണ്ടി നീ അർഹിക്കുന്ന അംഗീകാരം വേണ്ടെന്ന് വെക്കണം. ഡേ ഗൗരി, നീ ലോക പ്രശസ്തനാവണം. നിന്റെ ഒരു നല്ല സ്നേഹിതനായിട്ട് ഞാൻ അതിനെ ആഗ്രഹിച്ചൂടെ? അത് തെറ്റാണോ? പറ. അമ്മോ, 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 ഇന്ത്യയിലെ ഏറ്റവും വലിയ കഥാകൃത്തിനുള്ള അവാർഡ് നേടുന്ന എന്റെ ഗൗരിക്ക് എവിടെയോ എങ്ങനെയോ ജീവിച്ച് എന്തെങ്കിലും ഒരു വ്യാധി വന്ന് ഞാൻ മരിച്ചുപോയനെ. ഇന്ന് ഈ നിമിഷം അമ്മു ഗൗരി ശങ്കർ, ഇത് ഞാൻ ആവശ്യപ്പെടാതെ കിട്ടിയ വരവാണ്. ഈ ജന്മം എനിക്കിത് മതി. ഒരു ജീവിതകാലം മുഴുവൻ കിട്ടേണ്ട സന്തോഷം നിന്നോടൊപ്പം ജീവിച്ച കുറച്ചു കാലം കൊണ്ട് എനിക്ക് കിട്ടി. ആരുടെ കണ്ണ് തട്ടിയെന്നറിയില്ല. ഞാൻ നിനക്കൊന്നും ചെയ്തില്ലല്ലോ ഗൗരി. ഈ വർഷത്തെ അവാർഡ് ഉറപ്പായും നിനക്കാ കിട്ടുക. നീ നന്നായിരിക്കണം ഗൗരി. ഈ സെക്കൻഡ് വരെ നിന്റെ ഭാര്യയായി ജീവിച്ച നിന്റെ അമ്മു. സോറി ഗൗരി.
എന്തുപറ്റി? എന്താ മിണ്ടാതിരിക്കുന്നേ? നിനക്കിഷ്ടമില്ലെങ്കിൽ ഇപ്പൊ തന്നെ നിനക്ക് പോകാം. നീ പോകില്ല. കാരണം ഗൗരിക്ക് അവാർഡ് കിട്ടണ്ടേ? യഥാർത്ഥ ഭാര്യ നീയാണ്. ഇല്ല, എനിക്ക് വീണ്ടും റാണിയമ്മയുടെ അടുത്ത് പോകാൻ പറ്റില്ല. അമ്മോ, അമ്മോ. അമ്മു, എന്താ മോളെ? തെറ്റ് ചെയ്തു പോയി ഗൗരി. എന്നെ കൊണ്ട് നിനക്ക് അവാർഡ് വാങ്ങിത്തരാൻ കഴിഞ്ഞില്ല. മറ്റൊരുത്തൻ എന്നെ തൊട്ടപ്പോഴാ നിന്റെ കൂടെ ജീവിച്ച ജീവിതം എനിക്ക് മനസ്സിലായത്. ഈ വഴക്കിന്റെ ഉത്തരവ് അടുത്ത 16-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്ന ഈ സമയത്ത് ഈ വഴക്കിലെ ഒരു പ്രധാനപ്പെട്ട സാക്ഷിയായി കരുതപ്പെടുന്ന അമ്മുവായ ഞാൻ എന്ന ഈ നോവലിനു വേണ്ടി ഇന്ത്യൻ സാഹിത്യ അക്കാദമിയുടെ ഈ വർഷത്തെ അവാർഡ് ലഭിച്ച എഴുത്തുകാരൻ ശ്രീ ഗൗരി ശങ്കറിനെ ഈ നീതിപീഠം ആശംസിക്കുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഗൗരി ശങ്കറിനെ പോലുള്ളവരുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ്. എന്റെ അഭിപ്രായത്തിൽ ഈ അംഗീകാരം അദ്ദേഹത്തിനെ കുറച്ച് താമസിച്ച് കിട്ടിയതുപോലെയാണ് തോന്നുന്നത്. നന്ദി. Thank you, sir. Thank you, audience. And now, ladies and gentlemen, the award for the best novel, Tamil, goes to... It's none other than Mr. Gauri Shankar and his masterpiece, Ammu Agena. I kindly request Mr. Gauri Shankar to come and receive the award. So please. സാർ ക്ഷമിക്കണം, എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു. മാന്യ സദസ്സനെന്റെ കൂപ്പേ, ഇവിടെ അവാർഡ് വാങ്ങിച്ച എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒരു എഴുത്തുകാരനായി ഈ അവാർഡ് ഞാൻ മാത്രം തനിച്ച് വാങ്ങിച്ചാൽ അതിൽ ഒരു അർത്ഥവും ഉണ്ടാവില്ല. എല്ലാ പുസ്തകങ്ങളും ആ എഴുത്തുകാരന് മാത്രം സ്വന്തമാണെന്ന് പറയാറുണ്ട്.
എന്നാൽ ഞാൻ പറയുന്നു, അമ്മു എന്ന ഞാനെന്ന ഈ പുസ്തകത്തിൽ എന്റെ പങ്ക് ഞാൻ എഴുതിയ അക്ഷരമാലകൾ മാത്രം. ഒരു പുസ്തകമാവാൻ കാരണമായിരുന്ന വ്യക്തികളെ പ്രശംസിച്ചാൽ മാത്രമേ ഇതുപോലുള്ള അവാർഡുകൾക്ക് നല്ല അംഗീകാരം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് എന്റെ ഈ പുസ്തകമുണ്ടാവാൻ എല്ലാ വഴിയിലും എനിക്ക് തുണയായിട്ട് നിന്ന് ഈ കഥയിൽ പറഞ്ഞ ജീവിതം മാത്രമല്ലാതെ എല്ലാ സന്തോഷങ്ങളും തന്ന് എന്റെ കൂടെ ജീവിച്ച് ഒരു ജേതാവായി എന്നെ നിങ്ങളുടെ മുന്നിൽ നിർത്തിയിരിക്കുന്ന എന്റെ സ്നേഹം നിറഞ്ഞ ഭാര്യ ശ്രീ അമ്മു ഗൗരി ശങ്കർ ഈ അവാർഡ് വാങ്ങുകയാണെങ്കിൽ അതായിരിക്കും എനിക്ക് കിട്ടുന്ന വലിയ അംഗീകാരം. ഇതിനുള്ള അനുമതി ജഡ്ജി സാർ തരുമെന്ന് തോന്നുന്നു. താങ്ക് യു. എന്റെ ഭാര്യ അമ്മുവിനെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങളുടെ കരഘോഷത്തോടു കൂടി.